തീരുമാനമാവാൻ പോവുകയാണ്. നമ്മൾ മുഖാമുഖത്തിലും ഒരു ചോദ്യം, ഒരു ഉപചോദ്യം എന്ന ഒരു നിബന്ധനയും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് ചോദ്യം, സംശയം തീരുന്നത് ചോദിക്കാം, വ്യക്തമായി അതിനുത്തരം തരും. ഒരുപാട് സംശയങ്ങൾ വേറെയും ചോദിക്കുവാൻ സദസ്സിലുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് തന്നെ ഒരുപാട് സംശയങ്ങൾ ഇനിയും ചോദിക്കാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മറുപടി വളരെ വ്യക്തമായി തന്നെ പറയും. തർക്കം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മഹാന്മാരായ അമ്പിയാക്കൾ, അതുപോലെ തന്നെ സഹാബത്ത്, അതുപോലെ പിൽക്കാലക്കാരായ മുഴുവൻ ഇമാമിയങ്ങളും ചെയ്തു വന്നിട്ടുള്ള സംഗതിയാണ് ഇസ്തിഗാസ എന്ന് അറബിയിൽ പറയുന്ന പ്രവർത്തനം. ബഹുമാനപ്പെട്ട ഇമാം സുബുക്കി റളിയല്ലാഹു തആല അൻഹു വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ശിഫാഉ സഖാം എന്ന ഗ്രന്ഥത്തിൽ മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്, ഇഅ്ലം അന്നഹു യജൂസു വയഹ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസത്തു. ഇസ്തിഗാസയും തവസ്സുലും അനുവദനീയമാണ്, അത് നല്ല കാര്യമാണ്. അത് വജബാസു ദാലിക വഹുസ്നുഹു മിനൽ ഉമൂരിൽ മഅലൂമത്തി ലികുല്ലി ദീനീൻ, ദീനറിയുന്ന എല്ലാവർക്കും അറിയപ്പെട്ട കാര്യമാണത്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ആ ഇസ്തിഗാസ എന്ന പ്രവർത്തനത്തെ അഥവാ നാം ഖുതുബിയ്യത്ത്, അതുപോലെ തന്നെ തുടങ്ങിയ ഇസ്തിഗാസപരമായ മൗലിദ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ സംഗതി അത് കേവലം നമ്മൾ മാത്രം ചെയ്യുന്നതല്ല. ഇമാം സുബ്കി റളിയല്ലാഹു പറയുന്നു, എല്ലാ മഹാന്മാരും അത് ചെയ്തു വന്നിട്ടുണ്ട്. ആ പ്രവർത്തനം മഹാന്മാരായ അമ്പിയാക്കൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴുവൻ സ്വാലിഹ്യങ്ങളും അത് അംഗീകരിച്ചിട്ടുണ്ട്. വലം യുൻകിറു ദാലിക അഹദുൻ ഹത്താ ജാഅ ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ എന്ന പണ്ഡിതൻ വരുന്നത് വരെ ഒരു പണ്ഡിതനും അതിനെ വിമർശിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമായി ഈ ഇസ്തിഗാസ എന്ന പ്രവർത്തനം അത് അംഗീകരിച്ചുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ മോമിനികളും ജീവിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിനെതിരായി ആദ്യമായി ഒരു പുതിയ വാദവുമായി വന്നത് ഇബ്നു തൈമിയ്യ. അപ്പൊ ഈ ഇസ്തിഗാസയാണ് ഇപ്പോൾ പ്രാർത്ഥന എന്ന ഒരു പദപ്രയോഗം നടത്തി ദുർവ്യാഖ്യാനം ചെയ്ത്, അങ്ങനെ സുന്നികളുടെ തലയിൽ പ്രാർത്ഥിക്കുന്നവരാണ് സുന്നികൾ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണാപരമായി സംസാരിക്കുന്നത്. അപ്പൊ ആദ്യം ചോദ്യത്തിൽ അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞിരുന്നു, അദ്ദുആഉ ഹുവൽ ഇബാദ. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ദുആ ആണ് ഇബാദത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ദുആ ആണ് ഇബാദത്ത്. നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ ദുആ ഉണ്ട്, ഹജ്ജിൽ ദുആ ഉണ്ട്. ഒരു മനുഷ്യൻ വെറുതെ നിന്നാൽ അതിൽ ദുആ ഇല്ല. അതുകൊണ്ട് അയാൾ നിസ്കാരമല്ല, അയാൾ വെറുതെ ഇങ്ങനെ നിന്നതുകൊണ്ട് നിസ്കാരമാവുകയില്ല. കാരണം നിസ്കാരത്തിൽ ദുആ ഉണ്ടെങ്കിൽ മാത്രമേ ഇബാദത്താവുകയുള്ളൂ. അപ്പൊ നിസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ദുആ. എന്താണ് ദുആ? ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ വ്യക്തമായി പറഞ്ഞു, യഥാർത്ഥത്തിൽ ദുആ ഒരു അടിമയുടെ അടിമത്വം അംഗീകരിച്ചുകൊണ്ട്, യജമാനനായ അല്ലാഹുവിന്റെ റുബൂബിയ്യത്ത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് വാസ്തവത്തിൽ ദുആ. ആ ദുആ മഅരിഫത്തു റില്ലത്തിൽ ഉബൂദിയ്യ മാ ഇഖ്റാരി ഇസ്സത്തിൽ റുബൂബിയ്യ. ഞാൻ ആരാധിക്കുന്ന അല്ലാഹു അവനെന്റെ റബ്ബാണ്, ആ റബ്ബിന്റെ ഇസ്സത്ത് അംഗീകരിച്ചുകൊണ്ട്, ആ റബ്ബാണ് ഈ ലോകത്തെ പടച്ചത്, ആ റബ്ബാണ് എല്ലാം നൽകുന്നത്, ആ റബ്ബാണ് എല്ലാം കൊടുക്കുന്നത്, ആ റബ്ബാണ് എല്ലാം തടയുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവന്റെ അടിമയാണ് എന്ന് പരിപൂർണമായി മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ആ അല്ലാഹുവിന്റെ മുന്നിൽ പരിപൂർണമായി വിനയം പ്രകടിപ്പിക്കുക. ആ വിനയമാണ് വാസ്തവത്തിൽ ദുആ. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കർമ്മം ഇബാദത്തായി തീരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് വാസ്തവത്തിൽ ചോദ്യത്തിലൂടെ ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറൊരു ഹദീസിൽ അത് വ്യക്തമായി പഠിപ്പിച്ചു.
അദ്ദുആഉ മുഖ്ഫുൽ ഇബാദത്ത്, ഇബാദത്തിന്റെ മജ്ജ ദുആ ആണ്. അതായത് ഈ അടിമത്വം, ഞാൻ അടിമയാണ്, ഞാൻ വിളിക്കുന്നവൻ, ഞാൻ എന്റെ ഈ കർമ്മങ്ങളെല്ലാം സമർപ്പിക്കുന്നവൻ എന്റെ റബ്ബാണ്. ഈ വീക്ഷണപ്രകാരം ചെയ്യുന്ന കർമ്മങ്ങൾ, ഈ കർമ്മങ്ങൾ മാത്രമേ ഇബാദത്താവുകയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് ആദ്യം തന്നെ ചോദ്യം ആരംഭിച്ചപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ തന്നെ ചോദിക്കുന്നത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. വാസ്തവത്തിൽ ശ്രോതാക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിൽ ചോദ്യം ഉന്നയിക്കുന്നത് എന്ന് ശ്രോതാക്കൾ മനസ്സിലാക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി, അതിനു മുമ്പ് ജീവിച്ച മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമിയങ്ങൾ, സഹാബത്ത്, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവരെല്ലാവരും തന്നെ ഈ ദുആ അഥവാ ഞാൻ ഈ രീതിയിലുള്ള ദുആ അഥവാ അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ, അല്ലാഹു എന്റെ റബ്ബാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന ദുആ അത് അല്ലാഹുവിനോട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാഹുവിനോട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതേ സമയത്ത് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് മുഅ്ജിസത്ത് കറാമത്തുകൾ കൊടുക്കും. ആ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സഹായങ്ങൾ ചെയ്യാറുണ്ട്. നേരത്തെ ചോദ്യകർത്താവ് തന്നെ ഓതിയ ആയത്തിൽ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം മരിച്ചവരെ ഹയാത്താക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, യുഹ്യിൽ മൗത, ഞാൻ മരിച്ചവരെ ഹയാത്താക്കും എന്നാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്. അല്ലാഹു മരിച്ചവരെ ഹയാത്താക്കുമെന്നല്ല ആ ആയത്തിലുള്ളത്. അത് ചോദ്യകർത്താവ് മനസ്സിലാക്കേണ്ടതുണ്ട്. യുഹ്യിൽ മൗത ബിഇദ്നില്ലാഹ്, അല്ലാഹു തരുന്ന മുഅ്ജിസത്ത് എന്ന ആ ശക്തി കൊണ്ട് ഞാൻ മരിച്ചവരെ ഹയാത്താക്കും. നോക്കൂ നിങ്ങൾ, ഈസാ അലൈഹിസ്സലാം പറയുക. അപ്പൊ ഞാൻ മരിച്ചവരെ ഹയാത്താക്കും എന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞപ്പോൾ ഈസാ അലൈഹിസ്സലാം മുശ്രിക്കായോ? ഒരിക്കലുമില്ല. കാരണം ഞാൻ മരിച്ചവരെ ഹയാത്താക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈസാ അലൈഹിസ്സലാം വ്യക്തമായി പറഞ്ഞു, ഇത് അല്ലാഹു തആല തരുന്ന മുഅ്ജിസത്താകുന്ന ആ ശക്തി കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ആ ശക്തി കൊണ്ട്, മുഅ്ജിസത്ത് കൊണ്ട്, കറാമത്ത് കൊണ്ട് അല്ലാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും സാധാരണ ആളുകൾക്ക് ചെയ്യാൻ കഴിയാത്ത വിധത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യും. ആ വിഷയം അവരിൽ നിന്ന് ചോദിക്കുന്ന പതിവ് ലോക മുസ്ലിങ്ങൾ സ്വീകരിച്ചു വന്നിട്ടുള്ളതാണ്. അത് തെറ്റല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഹസൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഹദീസിലും അതാണ് പറഞ്ഞിട്ടുള്ളത്. ഖാമ അലാ ഖബരി, ഈസാ അലൈഹിസ്സലാം ഒരു ഇമാമായി ഹക്കമും മുഖ്സിത്തായി വന്ന് ഇവിടെ ഇറങ്ങി അങ്ങനെ ജനങ്ങൾക്ക് നേതൃത്വം നൽകി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അനുയായിയായി പ്രവർത്തിക്കും. അല്ലാതെ നബിയായിട്ടല്ല ഇവിടെ പ്രവർത്തിക്കുക. റസൂലുള്ളാഹിന്റെ ഒരു അനുയായിയായിട്ടാണ് ഈസാ അലൈഹിസ്സലാം പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഈസാ അലൈഹിസ്സലാം വന്ന് എന്റെ ഖബറിന്റെ സമീപത്ത് നിന്ന് എന്നെ വിളിച്ചാൽ ഉജീബന്നഹു, ഞാൻ ഉത്തരം കൊടുക്കുമെന്നാണ്. വാസ്തവത്തിൽ ഈ ഉത്തരം കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞല്ലോ. ഈ വിഷയത്തിൽ മുജാഹിദുകൾ തർക്കിക്കുകയാണ്. കാരണം അവർ ഖബറിന്റെ സമീപത്ത് നിന്ന് ആരോട് ചോദിച്ചാലും ഉത്തരം കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നവരാണ്. അങ്ങനെ ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് നിന്ന് ഈസാ അലൈഹിസ്സലാം ചോദിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് മുജാഹിദുകളുടെ വാദം ഇവിടെ പൊളിയുകയാണ്. ഈ ഒരു ഹദീസ് മാത്രമല്ല തെളിവായി ഉദ്ധരിക്കാനുള്ളത്, ആയിരക്കണക്കിന് ഹദീസുകളുണ്ട്. പക്ഷെ ഒറ്റ ഹദീസ് ഇവിടെ ഉദ്ധരിച്ച് അതിനെ സംബന്ധിച്ച് മാത്രം സംസാരിക്കുന്നത് നമ്മുടെ ചർച്ച വികൃതമാകാതിരിക്കാനും അങ്ങനെ പല കാര്യങ്ങളിലേക്കും ആളുകളെ കൊണ്ടുപോയി ആളുകൾക്കൊന്നും മനസ്സിലാകാത്ത സ്ഥിതി വരാതിരിക്കാനുമാണ് ഒറ്റ തെളിവ് മാത്രം പറഞ്ഞത്. വേറെ ഒരുപാട് തെളിവുകൾ ഉദ്ധരിക്കാനുണ്ട്. ആ തെളിവുകളിലേക്ക് നമുക്ക് ആവശ്യമെങ്കിൽ കടക്കാം. പക്ഷേ ഈ തെളിവിന് ഒരു മറുപടിയും ചോദ്യകർത്താവിൽ നിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ സ്പഷ്ടമാണ്, മഹാന്മാരായ അമ്പിയ
അമ്പിയാക്കൾക്ക് അല്ലാഹു ഇസ്സത്ത് എന്ന ശക്തി കൊടുക്കുന്നുണ്ട്, ഔലിയാക്കൾക്ക് കറാമത്ത് എന്ന ശക്തി കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിന്റെ അടിമയാണെന്ന് പരിപൂർണമായി വിശ്വസിച്ചു, അല്ലാഹു മാത്രമേ റബ്ബുള്ളൂ എന്ന് പരിപൂർണമായി വിശ്വസിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം അഭ്യർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വരുന്ന ഒരു ആയത്തും ഒരു ഹദീസും സഹീഹായ ഒരു ഹദീസും ഉദ്ധരിക്കാൻ ലോകത്ത് ഒരാൾക്കും ഇന്നുവരെ സാധിച്ചിട്ടില്ല, സാധിക്കുകയും ഇല്ല. ഇനി ചോദ്യകർത്താക്കൾ ഈ വിഷയത്തിൽ സംശയം തീർന്നു കഴിഞ്ഞാൽ ആ ചോദ്യം വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് സമയം കളയുന്നതിന് പകരം ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷവും തർക്കം നീട്ടിക്കൊണ്ടുപോകാതെ അടുത്ത ചോദ്യങ്ങളിലേക്ക് സംശയങ്ങളിലേക്ക് കടന്നുകൊണ്ട് സദസ്സിന് അവസരം കൊടുക്കുന്നത് ആയിരിക്കും ഉചിതം എന്ന് ഈ സന്ദർഭത്തിൽ